ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദിലക്ഷ്മി കിച്ചൺ വേളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി ഒരു മഷ്റൂം കറി ഉണ്ടാക്കാം, അതായത് കൂൺ കറി. അതിനുവേണ്ടി ഒരു ഫ്രൈ പാനിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് പൊട്ടിക്കുക. ആ സമയം അതിലേക്ക് 20 ചെറിയ ഉള്ളി, 1 വലിയ സവാള മുറിക്കിയത്, 1 തക്കാളി കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. വഴണ്ടതിന് ശേഷം ചൂടാറിയതിനു ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 ടീസ്പൂണ്, മല്ലിപ്പൊടി, കുഴമ്പ് മിളകാപ്പൊടി, ഇതിന്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി ഒരു കുക്കറിലോട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, സ്റ്റാർ ഒനിയൻ ചേർത്ത് 2 സവാള ചെറുതായി അരിഞ്ഞും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. നന്നായി വഴണ്ട് ചുരുണ്ട് വരുമ്പോ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. 1 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. 1 തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. നന്നായി വാടിയതിനു ശേഷം നമ്മള് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി 200 ഗ്രാം മഷ്റൂം വാങ്ങി വെച്ചിട്ടുണ്ട്. അത് നന്നായി ക്ലീൻ ചെയ്ത് 2 ആക്കി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി വിസിൽ വെക്കാതെ ഒരു 5 മിനിറ്റ് മൂടി വെച്ച് നന്നായി വേവിക്കുക. ഇനി അതിലേക്ക് 1 ഉരുളക്കിഴങ്ങും കൂടി മുറുക്കി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കുക്കർ മൂടി വെച്ച് വേവിക്കുക. ഒരേ ഒരു വിസില്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. 1 ടീസ്പൂണ് ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് കുക്കർ മൂടി വെച്ച് ഒരേ ഒരു വിസില് അടിക്കുക. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റില് മഷ്റൂം കറി തയ്യാറായിട്ടുണ്ട്. സിമ്പിൾ ആണ്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ആദിലക്ഷ്മി കിച്ചൺ വേൾഡ് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ ഫ്രണ്ട്. സപ്പോർട്ട് ചെയ്യണം എല്ലാവരും.